നീ പതുക്കിയോടെ സെല്ലെടുത്തും തെന്നിയടിച്ച് കിടക്കും. നിന്റെ ശരിക്കുള്ള പ്രശ്നം എന്താ? ഞാനൊന്ന് പോയിക്കോട്ടെ. ദേ നീ പോയി. പ്ലീസ് ഒന്ന് പോയി തരുമോ? നിന്നോട് സീനിയർ എന്താ പറഞ്ഞേ? സോറി, സീനിയറും പോയിട്ട് അപ്പോൾ എന്താ പറഞ്ഞേ? എന്തോ കാര്യമായിട്ട് സംസാരിക്കണുണ്ടല്ലോ. എന്ത് പറയാൻ, ഞാൻ പേടിച്ചു കേട്ടോ. മതി മതി, വാ നമുക്ക് വീട്ടിലേക്ക് പോവാം. അങ്ങനെ അവരുടെ വീട്ടിലേക്ക് പോകുന്നു. ശ്രേയ മൈഥിലിയുടെ കൂടെയാണ് അവരുടെ വീട്ടിലേക്ക് പോയി. അപ്പൊ അവളുടെ വീട്ടിലും അവളുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. മൈഥിലി ശ്രേയും അവിടെ ചായയൊക്കെ കഴിച്ചിട്ട് പിന്നെ വീട്ടിലേക്ക് പോയി. അതായത് നമ്മുടെ ശ്രേയ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മൈഥിലി അങ്ങോട്ട് നമ്മുടെ കൃതിക്കിനെ ശല്യം ചെയ്യാൻ തുടങ്ങി. എങ്ങോട്ട് ഇരിഞ്ഞാലും മൈഥിലി ഇരിക്കാവുന്ന പുറകെ ഉണ്ടായിരുന്നു. പിന്നെ കണ്ട് അവന്റെ വായിൽ നല്ല പോലുള്ള എല്ലാം കേട്ട് നമ്മുടെ മൈഥിലി ഇങ്ങനെ ജീവിച്ചു പോരുന്നു. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ലിസ നമ്മുടെ കൃതിക്കിനോട് സംസാരിക്കുന്ന മൈഥിലി കാണാനിടയായി. അവൾ അവന്റെ അടുത്തേക്ക് അടുത്ത് വരുന്നത് അവളെ കണ്ടു. അപ്പൊ തന്നെ അവളെ അങ്ങോട്ട് ഓടിച്ചെന്നു. സീനിയർ, ഒന്ന് തിരിഞ്ഞു നോക്കിക്ക് എന്റെ അടുത്തോട്ടെ. നീ മാറി ലിസ, എന്തിനാ നീ എന്റെ അടുത്തേക്ക് വരുന്നേ? എന്താടി നീ എന്റെ സീനിയറിന്റെ അടുത്തേക്ക് വന്ന്? നിന്നെ ഞാൻ കൊല്ലൂടി. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മൈഥിലി ലിസയുടെ മോന്തക്കുറ്റിക്കറച്ചേടി. മൈഥിലി, നീ എന്താ ഈ ചെയ്യുന്നേ? നീ എന്തിനാ അവളെ അടിച്ച്? അവളെ അടിക്കാൻ നിനക്ക് ആരനുഭവം തന്നെ? അനങ്ങാണ്ടിരിക്കുക മതി. സീനിയർ കണ്ടതല്ലേ അവൾ എന്തെന്നാ കാട്ടിയെന്ന്? നിങ്ങളും കൂടി കണ്ടതല്ലേ എല്ലാം.